ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നിപ്പോൾ ഞാൻ സൺഡേ ആണ്, എൻ്റെ വീട്ടിൽ വന്നേക്കാണ്. ഒരു ഹായ് പറഞ്ഞേ പാത്തു. സുഖാണോ എന്ന് ചോദിച്ചേ. എനിക്ക് സുഖാണ് എന്ന് പറഞ്ഞേ. അപ്പോൾ ഇന്നത്തെ ഒരു ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഞാൻ ബർത്ത്ഡേ വ്ളോഗാണ്. പാത്തുവിൻ്റെ ആരുടെ ബർത്ത്ഡേ? അമ്മയുടെ ബർത്ത്ഡേ പോണു. പോയി പാത്തുയുടെ അമ്മയുടെ ബർത്ത്ഡേ ആണ് അല്ലേ പാത്തു? സിബിയയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പം നമുക്കിന്ന് വലിയ കാര്യമായിട്ട് പരിപാടികളൊന്നും ഇല്ല. എങ്ങോട്ടാ? വേണ്ട വേണ്ട, പുറത്തേക്ക് പോണ്ട. എങ്ങടാ പോണേ? പട്ടി വരും. പുറത്തു പോയാ കേറിക്കോ. പുറത്തേക്ക് പോണാ? വേണ്ട, പട്ടികൾ വരും. അയ്യോ ചായ വേണ? ചൂടുണ്ട് കേട്ടാ. നല്ല കാപ്പിയല്ലേ അത്? ചായ. പട്ടികൾ വരും, കയറിപ്പോക്കോ. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് വിനിയ വന്നിട്ടുണ്ട്. പിന്നെ അമ്മ പള്ളിയിൽ പോയേക്കാണ്. പള്ളിയിൽ പോയിട്ട് വന്നിട്ടില്ല. നമുക്ക് ബർത്ത്ഡേക്കാരനെ വിഷ് ചെയ്യണ്ട. ഞാൻ വിഷ് ചെയ്തിട്ടില്ല. ഞാൻ എണീറ്റ് ചായയൊക്കെ കുടിക്കുന്നേ ഉള്ളൂ. നമുക്ക് വിഷ് ചെയ്തിട്ട് വരാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ബർത്ത്ഡേ ആയിട്ട് എന്നിട്ട് ചെലവ് ഒന്നുമില്ലേ? സിബിയ വന്നിട്ടുണ്ട്, അല്ല വിനിയ വന്നിട്ടുണ്ട്. സൺഡേ മെയിൻ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് ചായയൊക്കെ കുടിച്ച് ഞാൻ മിക്ക സൺഡേ രാവിലെ ഫുഡ് കഴിക്കാറില്ല. എന്നിട്ട് ഉച്ചയ്ക്ക് രാവിലത്തെയും കൂടി കഴിക്കും. അങ്ങനെ ഉച്ചയ്ക്കായിട്ടാണ് കഴിക്കാറ്. രാവിലത്തെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എണീക്കുക. പിന്നെ ഈ കുരിപ്പിനെ ദേഷ്യം പിടിപ്പിക്കുക. പാത്തു നോക്കിയേ, ചിരിച്ചേ, ഇങ്ങോട്ട് നോക്കി ചിരിക്കേ, ഹായ് പറഞ്ഞേ. നല്ല അനുസരണ അവരോട് പറയുന്നതൊക്കെ കേൾക്കും. കേട്ടു. ഒരു കൊടുത്തേ, ഫ്ലൈങ് കിഷ് കൊടുത്തേ. അമ്മച്ച വന്നപ്പോ കേക്ക് മേടിച്ചിട്ട് വന്നു. അമ്മയ്ക്ക് കൊടുക്ക്. ചെല്ലേ കുക്കു ചേച്ചിക്ക് ഇത് കൊണ്ട് കൊടുക്കണം കേട്ടാ. ഇത് പിടിച്ചിട്ട് കുക്കു ചേച്ചിക്ക് കൊടുക്കണം കേട്ടാ. കൊടുത്തിട്ട് വാ. അപ്പോൾ ചേച്ചിയുടെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ സെയിം ഡേറ്റിൽ തന്നെയാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടുകളുടെ വീട്ടിലെ കുക്കുവിൻ്റെ ബർത്ത്ഡേ. ഞങ്ങളെല്ലാ ബർത്ത്ഡേക്ക് അങ്ങനെ ഇങ്ങനെ കേക്കും മിഠായിക്ക് കൊണ്ട് കൊടുക്കാറുണ്ട്. ഇപ്രാവശ്യം പാത്തുള്ളപ്പോൾ പാത്തുവിനെയും കൊണ്ട് മിഠായിയൊക്കെ കൊടുപ്പിച്ചു. കുക്കുചേച്ചിയുടെ ഹാപ്പി ബർത്ത്ഡേ പറ പാത്തു. ഹാപ്പി ബർത്ത്ഡേ പറ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങൾക്കൊന്നും വേണ്ട. മുറിക്കാം. ഞങ്ങൾ മുറിക്കട്ടെ. നിങ്ങൾ മുറിച്ചോ. ഓക്കെ ബൈ. ഫോട്ടോ എടുക്കണം. ഞങ്ങള് മുറിക്കട്ടെ. അവിടെ അമ്മേടെ അടുത്ത് പൊക്കോ. അത് സിബിയുടെ ഫോണിലെടുക്കും.
യമ്മി ഓടി വാ ഓടി വാ എങ്ങനെയുണ്ട്? ഓടി വാ വയറ് കഴിഞ്ഞാ ഇല്ല കേട്ടോ കഴിഞ്ഞു. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? എക്സ്പ്രഷൻ ഇങ്ങനെ ഓടി വായോന്ന് കഴിഞ്ഞു. അമ്മ എടുത്ത് വെച്ചിരുന്നില്ല. ഹായ് ഗായ്സ്, ഞങ്ങള് ചൂട് നമ്മള് ഒരു ഫിലിമിന് പോവാണ് ഫിലിമിന് പോവാണ്. ഏത് ഫിലിമാ? ഹലോ മമ്മിക്ക്. നല്ല ഫിലിമാണ്, നല്ല റിവ്യൂ ഒക്കെ കേട്ടു, കോമഡി പടമാണെന്നൊക്കെ കേട്ടു. അപ്പം അത് കാരണം കൊണ്ട് ഞങ്ങൾ സിബിയുടെ ബർത്ത്ഡേയുടെ പ്രമാണിച്ച് എല്ലാവരും കൂടിയിട്ട് ഫിലിമിന് പോവാണ്. അപ്പം പാത്തൂനെ നമ്മൾ അവിടെ ചെന്നിട്ട് ഉറക്കണം, അല്ലെങ്കിൽ ഭയങ്കര ഒച്ചപ്പാടും ബഹളമായിരിക്കും, വാശിയായിരിക്കും. അപ്പം കണ്ട ദേ പാത്തു, നമ്മളെങ്ങോട്ടാ പോകുന്നേ? ഫിലിം കാണാൻ. ആ അതെ, നമ്മള് മൂവി കാണാൻ പോവാണ്. ആ, ഞങ്ങളവിടെ പോയിട്ട് ഉറങ്ങും. കാണാനുള്ള വലിയ പാത്തിനെ കൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല അല്ലേ? ആ സ്റ്റാർട്ടിങ് കുറച്ച് പെരുപ്പെരുപ്പുണ്ടായിരുന്നുള്ളൂ. കൊച്ചിനെ കൊണ്ടോ? നമുക്ക് വേണമെങ്കിൽ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ക്ലാസ് ഒക്കെ വെക്കാം. നമുക്കൊരു ലുക്കൊക്കെ തോന്നാനായിട്ട് വേണമെങ്കിൽ ക്ലാസ് ഒക്കെ വെച്ച് നമുക്ക് പോവാം. ഷീസ് മൈ സിസ്റ്റർ. എല്ലാവരും ചോദിക്കുന്നുണ്ട് ആര് ചോദിച്ചു, തൽക്കാലത്തിന് പെട്ടെന്ന് വേണ്ടി നടക്കുന്നുള്ളൂ. ഫിലിമൊക്കെ അടിപൊളിയായിരുന്നു, അത് പിന്നെ പറയാം. പിന്നെ സിനിമ ഇഷ്ടപ്പെട്ടാ? ഫിലിം ഇഷ്ടപ്പെട്ടാ? അല്ല, ഫിലിം ഇഷ്ടപ്പെട്ടാ? ഹലോ മമ്മി. ആ, ഫിലിം ഇഷ്ടപ്പെട്ടാ? പറയ് ഇഷ്ടപ്പെട്ടോന്ന് പറ ബാത്തു. ആ പെട്ടു. അപ്പോൾ ഗായ്സ്, നമ്മൾ തിരിച്ചു വന്നു. ഫിലിമിന് പോയിട്ട് ഹലോ മമ്മിയാണ് കാണാൻ പോയത്. നല്ല ഫിലിമാട്ടോ, നല്ല കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ഫിലിമായിരുന്നു. നന്നായിട്ട് കണ്ടിരിക്കാൻ നമുക്കൊട്ടും ബോറടിക്കാണ്ട് നല്ല അതങ്ങനെ വരും. നല്ല ഫിലിമായിരുന്നു. മൊത്തത്തിൽ നല്ലോണം കോമഡി ഉണ്ട്. കാരണം എന്താ പറയുക, അത്യാവശ്യം കോമഡിയൊക്കെ വർക്കായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഫാമിലിയൊക്കെ ആയിട്ട് പോയി കാണാൻ വേണ്ടിയിട്ട് അടിപൊളി ഫിലിമാണ് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ഫിലിമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വന്ന് കയറി. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് പോകും. അപ്പം അതിൻ്റെ പിന്നെ വീഡിയോ എടുത്ത് കാണിച്ചാൽ
ചിഞ്ഞോ നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. സിബിയുടെ ആണ് ചെലവ്. രമ്യുണ്ട്, പിന്നെ ദേ പാത്തുമണിയുണ്ട്. പാത്തുമണീനെ കാണിച്ച് ഹായ് എന്ന് പറഞ്ഞേ. സുഖല്ലേ? ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാണ്. കണ്ട നിങ്ങള് കണ്ണൊക്കെ എഴുതി കണ്ണെഴുതി കാണിച്ചു കൊടുത്തേ പാത്തു. കണ്ട കണ്ണെഴുതി. അപ്പുറത്ത് എഴുതിയില്ലേ? അപ്പുറത്ത് എന്താണ് കൊച്ചിനെ എഴുതി കൊടുക്കാണ്ട് ഒരു കണ്ണ് മാത്രം എഴുതി കൊടുത്തതാരാ? അശ്ശോ, താക്കോല് തന്നെ. ബാറ്ററി ചാർജ് ഇറങ്ങിയപ്പോ ചാർജ് പോയി ബാറ്ററിയുടെ. അപ്പൊ അത് കാരണം ഇനിയിപ്പോ ചാർജ് ഒക്കെ ചെയ്യുന്നാലും ഇനിയിപ്പോ കാർ എടുക്കാൻ പറ്റും. കൂടെ നമ്മൾ 2 സ്കൂട്ടറിൽ പോവാണ്. നമ്മൾ പ്ലാനിലൊന്നും നമ്മൾ കാറ് ഇതാ വരാണല്ലോ. നമ്മൾ പ്ലാനൊന്നും നമ്മൾ ചേഞ്ച് ചെയ്തില്ല. നമ്മൾ കാറിൽ പോയിട്ട് അവർക്ക് പാർക്കിൽ പോയതായിരിക്കും. അതിന് പോവാണ്ടിരുന്നൊന്നുമില്ല. നമ്മള് സ്കൂട്ടറിൽ നല്ല സ്പേസും ഉണ്ട്. നമുക്ക് ഇവിടെ ഈ സീറ്റിലിരിക്കാം. നമുക്ക് ഈ അവിടെ ഇരിക്കാം. എവിടെങ്കിലും എവിടെ ഇരിക്കേ. അപ്പോൾ ഞങ്ങൾ പോയത് ചാലക്കുടിയിലുള്ള ടേസ്റ്റി സെല്ലിലാണ്. ഇവിടുത്തെ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവരുടെ പാൽ പൊറോട്ടയും ബീഫിലും ചിക്കനിലൊക്കെ പല വെറൈറ്റിയിൽ പാൽ പൊറോട്ടയൊക്കെ കിട്ടും. ഇവിടെ പാൽ പൊറോട്ടയാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ ബിരിയാണികളും ഇഷ്ടം. ഞങ്ങൾ ചെന്നപ്പോൾ ബിരിയാണി ഉണ്ടായില്ല. പക്ഷെ ഞങ്ങൾ പാൽ പൊറോട്ടയും പിന്നെ ന്യൂഡിൽസ് അങ്ങനെ കുറച്ച് ഐറ്റംസാണ് ഞങ്ങൾ മേടിച്ചത്. വേണ്ടല്ലോ, വേണ്ട എനിക്ക്. എനിക്ക് സാധ്യതയല്ല, കുഴപ്പമില്ല. അവളവിടെ കയറ്റിട്ടായി നമ്മളെ നാളെ തരാം. എങ്ങനെയുണ്ട്? ബിഫോർ ആഫ്റ്റർ. എന്താണ് അവരെല്ലാം ബാക്കില് കാറെടുത്ത ബാക്കില് ലൈറ്റ്
ഫുഡ് കഴിച്ച് തിരിച്ചു പോവാണ്. അങ്ങനെ ഞങ്ങൾ വീടെത്തി ഗൈസ്. വീടെത്തി കിടന്ന് ഫുഡ് അടിച്ച കാരണം കൊണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട്. അയ്യോ ഭയങ്കര ഉറക്കം വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ കിടന്നുറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ബൈ.